ഡിയർ ആസ്പിരൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു മേഖല ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി എന്ന ടോപ്പിക്കാണ്. ഒരുപക്ഷെ PSC പരീക്ഷകളുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. ഒരു വ്യക്തിയുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിനും അതുപോലെ ഒരാളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുന്നതിനും ഏറ്റവും നിർണായകമായൊരു മേഖലയാണ് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. പൊതുവെ 20 ചോദ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് ഉണ്ടാവുക. ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങളും ഗ്രാമറാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അതിലേകദേശം 12ഓളം ചോദ്യങ്ങളൊക്കെ ഗ്രാമറായി വരാം. ബാക്കി 8 ചോദ്യങ്ങൾ, ഒരുപക്ഷെ 8 ചോദ്യങ്ങൾ വൊക്കാബുലറി മേഖലയാണ്. അപ്പോൾ ഈ 2 മേഖലകളെ സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഈ പറയുന്ന ചോദ്യങ്ങളെ അനായാസം നമ്മുടെ രീതിയിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് മുഴുവൻ മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന, പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഒരു മേഖല ഇംഗ്ലീഷ് യൂസേജസ് ആണ്. ഇംഗ്ലീഷ് യൂസേജസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ എക്സാമിന് വരാറുണ്ട്. നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ഈ യൂസേജസിനെ എങ്ങനെ പരിചയപ്പെടാം, എങ്ങനെ പരിശീലിക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹാഡ് ബട്ടനെ കുറിച്ചാണ്. ഒരുപക്ഷെ എല്ലാ ആസ്പിരൻസിനും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാഡ് ബട്ടറിൻ്റെത്. കാരണം ഹാഡ് ബട്ടർ കേൾക്കുമ്പോൾ നമുക്ക് ലളിതമായി തോന്നാം, പക്ഷേ ഹാഡ് ബട്ടറിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഹാഡ് ബട്ടർ എന്ന് പറയുന്ന വേർഡിനെ കുറിച്ചൊന്ന് അറിയണം. എന്താണ് ഹാഡ് ബട്ടർ? ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് നമ്മൾ പറയാറില്ലേ? ഇപ്പോൾ നീ അവിടെ പോകുന്നതായിരിക്കും നല്ലത്, നീ ആ വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, നീ അത് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അത്തരത്തിൽ ഒരു പ്രിക്കോഷൻ, ഒരു മുൻകരുതലായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഇംഗ്ലീഷിലെ ഒരു പ്രധാനപ്പെട്ട യൂസേജ് ആണ് ഹാഡ് ബട്ടർ. ഹാഡ് ബട്ടർ പോസിറ്റീവ് സ്റ്റൈലുമുണ്ട്, നെഗറ്റീവ് സ്റ്റൈലുമുണ്ട്. 2 സ്റ്റൈലും നമുക്ക് എന്ത് ചെയ്യാം, വന്നേക്കാം. അപ്പോൾ പോസിറ്റീവ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഹാഡ് ബട്ടറിന്റെ ഒരു ഫോമാറ്റ് എങ്ങനെയാണ് നോക്കേ. സബ്ജക്ട് പ്ലസ് ഹാഡ് ബട്ടർ പ്ലസ് വേർബിന്റെ ഫസ്റ്റ് ഫോം. ഇങ്ങനെയാണ് അതിന്റെ ക്രമീകരണം. കണ്ടില്ലേ നിങ്ങൾ? എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബട്ടർ പ്ലസ് V1. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് S എന്ന് കൊടുത്തിരിക്കുന്നത്. S എന്ന് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് ആണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ യൂസേജസ് ഏതാണ്? ഹാഡ് ബട്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏതാണ് വെർബ്? വെർബിന്റെ ഫസ്റ്റ് ഫോം. ഒരുപക്ഷെ നമ്മൾ ഈ പറയുമ്പോൾ ഹാഡ് ബട്ടറിന് ശേഷം ചിലർ ടു ചേർത്തങ്ങ് പറയും. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. ഹാഡ് ബട്ടർ കഴിഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പൊ ചിലർക്കൊരു സംശയം ഉണ്ടാവും, ഈ വെർബിന്റെ ഫസ്റ്റ് ഫോം എന്താണ്? അതിന് എങ്ങനെ മറ്റെന്തെങ്കിലും പേരുകളുണ്ടോ? പേരുകളുണ്ട്. ഈ വെർബിന്റെ ഫസ്റ്റ് ഫോമിനെ നമ്മൾ റൂട്ട് ഫോം എന്ന് വിളിക്കാറുണ്ട്, ബേസ് ഫോം എന്ന് വിളിക്കാറുണ്ട്. എന്തൊക്കെ വിളിക്കാം നമുക്ക്? റൂട്ട് ഫോം, ബേസ് ഫോം. ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. നമ്മുടെ ചോദ്യം, യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഈ ചോദ്യം പരിചയമുണ്ടാവും. കാരണം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പേസയുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആവർത്തനമായിട്ടാണ്. അപ്പോൾ ആവർത്തന ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു യൂസേജ് ആണ് ഹാഡ് ബെറ്റർ. അപ്പോൾ ചോദ്യം എങ്ങനെയാണ്? യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. ഞാൻ പറഞ്ഞു, ഹാഡ് ബട്ടറിന് പോസിറ്റീവ് സ്റ്റൈലുമുണ്ട്, നെഗറ്റീവ് സ്റ്റൈലുമുണ്ട്. അതായത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുമുണ്ട്, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുമുണ്ട്. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ ഫോമാറ്റ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാര്യം ഇതിൽ എവിടെയെങ്കിലും നോട്ട് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ലല്ലോ. ശരി, നോക്കേ. യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. ഇതിനർത്ഥം നിങ്ങൾ ഒരു ഡോക്ടറിനെ, ബാക്കി നമ്മൾ ഓപ്ഷൻ നോക്കാം. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്തൊക്കെയാ? കൺസൾട്ട്, കൺസൾട്ട്സ്, കൺസൾട്ടഡ്, ടു കൺസൾട്ട്. ഞാൻ കുറച്ചു മുമ്പ് വേറെ കാര്യം പറയുണ്ടായി, റൂട്ട് ഫോം എന്ന്. അപ്പൊ ചിലർക്ക് സംശയം വരും, ഇതാണോ റൂട്ട് ഫോം, അതോ ഇത് 2 റൂട്ട് ഫോം ആണോ? അല്ല, ഇതിലെ റൂട്ട് ഫോം എന്ന് പറഞ്ഞാൽ കൺസൾട്ട് മാത്രമാണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഞാൻ ആദ്യം പറഞ്ഞ വെർബിന്റെ ഫസ്റ്റ് ഫോം.
ഒരിക്കലും ഈ വെർബിന്റെ ഫസ്റ്റ് ഫോമിനോട് നമ്മൾ എസ് ചേർത്ത് കഴിഞ്ഞാൽ അതിന് റൂട്ട് ഫോം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും റൂട്ട് ഫോം എങ്ങനെ ആയിരിക്കും? അതൊരു പ്ലെയിൻ വേർഡ് ആയിരിക്കും. കൺസൾട്ട് ഈസ് എ പ്ലെയിൻ വേർഡ്, ഇറ്റ്സ് എ റൂട്ട് ഫോം. കൺസൾട്ട്സ് ആണെങ്കിൽ എന്തായി മാറി? അതൊരു വേറൊരു രീതിയിലേക്ക് പോകും. അതിനെ നമ്മൾ സിംഗുലർ വെർബ് എന്ന് വിളിക്കുക. അപ്പൊ ഗോ എന്ന് പറഞ്ഞാൽ റൂട്ട് ഫോം ആണ്. പക്ഷെ ഗോസ് എന്താണ്? റൂട്ട് ഫോമിൽ നിന്നുണ്ടാക്കിയ സിംഗുലർ ആണ്. പ്ലേ റൂട്ട് ഫോം ആണ്. പ്ലേസ് എന്താണ്? അതൊരു സിംഗുലർ ഫോം ആണ്. ഇപ്പം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു റൂട്ട് ഫോം ആണ്. പക്ഷെ അതിനോട് എസ് ചേർത്ത് സ്ലീപ്സ് ആക്കിയാൽ അതൊരു സിംഗുലർ ഫോമിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന റൂട്ട് ഫോം കണ്ടുപിടിക്കാനുള്ള വഴി അതൊരു പ്ലെയിൻ ആയിരിക്കും. വെർബിന്റെ ഫസ്റ്റ് ഫോം അതിനകത്ത് എസ്ഒ ഇ എസ്ഒ ഐ ഇ എസ്ഒ ചേരാറില്ല. അത് നിങ്ങൾ കൃത്യമായി കുറിച്ച് വെച്ചോണം. ഒരിക്കലും റൂട്ട് ഫോമിനോടൊപ്പം എസ് ചേരില്ല, ഇ എസ് ചേരില്ല, ഐ എസ് ചേരില്ല. അങ്ങനെ നമ്മൾ ഒരു വെർബിനോടൊപ്പം എസ്ഒ ഇ എസ്ഒ ഐ എസ്ഒ ചേർത്താൽ നിങ്ങൾ കുറിച്ച് വെച്ചോളൂ, അത് സിംഗുലർ വെർബാണ്. അപ്പൊ റൂട്ട് ഫോമുകൾ ഓൾറെഡി പ്ലൂറൽ ആണ്. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞപ്പോൾ ഒരു പുതിയ ഐഡിയ കൂടി കിട്ടി കാണുമല്ലോ. അതായത് റൂട്ട് ഫോമുകളെല്ലാം പ്ലൂറൽ ആണ്. അതിനോട് എസ്ഒ ഇ എസ്ഒ ഐ എസ്ഒ ചേർത്താൽ അതെന്തായി മാറുന്നു? സിംഗിളറായി മാറുന്നു. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് റൂട്ട് ഫോം ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ഏത് മാത്രമേ റൂട്ട് ഫോം ഉള്ളൂ? കൺസൾട്ട്. ഇനി അടുത്ത ബി ഓപ്ഷൻ കൺസൾട്ട്സ്, അത് സിംഗുലർ ആണ്. കൺസൾട്ടഡ് അത് വെർബിന്റെ സെക്കൻഡ് ഫോം ആയിട്ടും തേർഡ് ഫോം ആയിട്ടും നമുക്ക് വേണമെങ്കിൽ കാണാം. എന്താ കാര്യം എന്നറിയോ? ഒരു വെർബിനോടൊപ്പം ഇ ഡി ഫോം ചേർത്താൽ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ചിലർക്ക് വേണമെങ്കിൽ അത് വെർബിന്റെ സെക്കൻഡ് ഫോമായ പാസ്റ്റ് ഫോം ആയിട്ട് കാണാം. അതല്ലെങ്കിൽ അതൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിലേക്ക് ഞാൻ കൊണ്ടുവരാം നിങ്ങളെ. അടുത്ത നാലാമത്തെ ഓപ്ഷൻ ഡി ഓപ്ഷൻ എന്താണ്? ടു കൺസൾട്ട്. ഇതാണ് നമ്മുടെ 4 ഓപ്ഷനുകൾ. ഞാൻ ഓപ്ഷനുകൾ പരിചയപ്പെടുത്തി. കൺസൾട്ട് മീനിങ് എന്താ? കൺസൾട്ട് ചെയ്യാന്ന് ചേർന്നത് എന്താണ്? നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ വേർഡ് ഉപയോഗിക്കുന്നത് ഒരു ഡോക്ടറെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബിസിനസ്സുകാരെ പോയി മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യുക? കൺസൾട്ട് ചെയ്യുക. എന്തുപയോഗിക്കുക? കൺസൾട്ട്. ഇനി നമ്മുടെ ഫോമിലേക്ക് വരാം. നമ്മുടെ സബ്ജക്റ്റ് ആരാണ്? നമ്മുടെ സബ്ജക്റ്റ് യു ആണ്. ശരിയല്ലേ? നോക്കേ, കറക്റ്റ് അല്ലേ സബ്ജക്റ്റ്? ഇനി യൂസേജ് ഏതാണ്? യൂസേജ് ഹാഡ് ബെറ്റർ. ഇനി നമുക്ക് ഉപയോഗിക്കേണ്ട ഫോം ഏതാണ്? വെർബിന്റെ ഫസ്റ്റ് ഫോം. ഏതാ വെർബിന്റെ ഫസ്റ്റ് ഫോം? കൺസൾട്ട്. ക്ലിയർ ആയല്ലോ? ഒരിക്കലും നമ്മൾ എന്ത് ഉപയോഗിക്കത്തില്ല? കൺസൾട്ട്സ് പറയത്തില്ല. ഇനി ചില ആൾക്കാർ ഈ പറയുന്നൊരു താളം വെച്ചിട്ട് വേണമെങ്കിൽ ടു കൺസൾട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം ചില എങ്ങനെ എഴുതും? യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എന്ന് പറയുമ്പോഴേ നമ്മൾ ചില വാചകങ്ങൾ പറയും, അങ്ങനെ ഒരു പ്രക്രിയ വരും. അറിയാതെ നമുക്ക് അങ്ങനെ ഒരു ഫോം വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മേഖല തെറ്റാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ മസ്റ്റ് ഏതാണ്? വേർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? കൺസൾട്ട്. ഇതൊരു പോസിറ്റീവ് വേ ആണ്. ഇതിന്റെ നെക്സ്റ്റ് ഫോം ആണ് നെഗറ്റീവ് ഫോം. നമുക്ക് അതിലേക്ക് പോകാം. ഇനി ഹാഡ് ബെറ്ററിന്റെ നെഗറ്റീവ് ഫോമിലേക്ക് നമുക്ക് പോകാം. അതിന്റെ രീതിയും അതിന്റെ ഫോമാറ്റും എങ്ങനെ നോക്കാം? നോക്കൂ, ഇതാണ് ആ പാറ്റേൺ. നോക്കിയ പാറ്റേൺ സബ്ജക്ട് പ്ലസ് ഹാഡ് ബെറ്റർ പ്ലസ്. നേരത്തെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഹാഡ് ബെറ്റർ കഴിഞ്ഞ് V1 ഉപയോഗിച്ചു. ഇതിനിടയ്ക്ക് എന്ത് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ? ഒരു നോട്ട് ആഡ് ചെയ്തു. പക്ഷെ അറിയണം, അതെന്തായി മാറുകയാണ്? ഒരു നെഗറ്റീവ് ഫോമിലേക്ക് പോവുകയാണ്. പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ പറയും നീ അവിടെ പോകുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം, നീ അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്, നീ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ പറയേണ്ടി വരില്ലേ? അങ്ങനെ പറയുന്ന ഒരു സർക്കംസ്റ്റാൻസസിലാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ഹാഡ് ബെറ്ററിന്റെ നെഗറ്റീവ് ഫോം യൂസ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. നോക്കൂ, എക്സാമ്പിൾ യു ഹാഡ് ബെറ്റർ dash there. You had better dash there. ഓപ്ഷൻ കൊടുത്തിരിക്കും. not to go. 4 ഓപ്ഷനുകളുണ്ട്. ഒന്നേതാണ്? not to go. രണ്ടാമത്തെ ഓപ്ഷൻ not to go. മൂന്നാമത്തെ ഓപ്ഷൻ not going. നാലാമത്തത് not gone. നമ്മൾ നോക്കണം, ഈ ഇതൊരു ചോദ്യമായിട്ട് മാത്രം കാണുന്നു. നമുക്ക് ചോദ്യം കിട്ടുമ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒന്നും അറിയില്ല. അറിയാൻ പറ്റൂ? ഇല്ല. പക്ഷേ നമ്മുടെ ഓപ്ഷൻ നോക്കിയേ, ഈ 4 ഓപ്ഷനുകളിലും പ്രകടമായിട്ടുള്ളൊരു വേർഡ് ഏതാണ്? നോട്ടാണ്, അല്ലേ? നോട്ട് ടു ഗോ, നോട്ട് ഗോ, നോട്ട് ഗോയിങ് ആൻഡ് നോട്ട് ഗോൺ. സിമ്പിൾ, വളരെ സിമ്പിൾ. നോക്കൂ പാറ്റേൺ എങ്ങനെയാണ്? പാറ്റേൺ സബ്ജക്ട് പ്ലസ് ഹാഡ് ബെറ്റർ പ്ലസ് നോട്ട് പ്ലസ് V1 എന്ന് പറഞ്ഞാൽ ഹാഡ് ബെറ്റർ നെഗറ്റീവ് ഫോമിൽ ഉപയോഗിക്കുമ്പോൾ
ഹാഡ് ബട്ടണിന് ശേഷം നമ്മൾ നോട്ട് ആഡ് ചെയ്യണം. അതിനുശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യം പോസിറ്റീവ് വേയും നെഗറ്റീവ് ഫോമും തമ്മിലുണ്ടാകുന്ന ഒരു ചെറിയ വ്യത്യാസം അത്രയേ ഉള്ളൂ. ആ V1 മുമ്പിൽ നോട്ട് ഉപയോഗിക്കുന്നു. അല്ലെ, ചിലർക്ക് വേണം ഇങ്ങനെ പറയാം, ഹാഡ് ബട്ടണിന് ശേഷം ഉപയോഗിക്കുന്നു, നോട്ട് ഉപയോഗിക്കുന്നു. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഹാഡ് ബട്ടൺ പോസിറ്റീവ് തലവുമുണ്ട്, നെഗറ്റീവ് തലവുമുണ്ട്. അങ്ങനെയെങ്കിൽ നോക്കൂ, ഹാഡ് ബട്ടണിന് ശേഷം നമ്മൾ നോട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ചില ആൾക്കാർ ഇത് ചെയ്തു വരുമ്പോൾ അറിയാതെ ഈ പറയുന്ന ഒരു പ്രാസമെന്നോ താളമെന്നോ ഒക്കെ പറയത്തില്ലേ, അതുകൊണ്ട് നോട്ട് ടു ഗോ എന്ന് പറഞ്ഞു പോകും. ഞാനിപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, നിങ്ങളിപ്പോൾ അത് മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷെ ഒരു എക്സാമിൽ നിങ്ങൾ ഈ ചോദ്യം കിട്ടുമ്പോൾ നിങ്ങളും ചിലപ്പോൾ അറിയാതെ ആ ഒരു എന്താ പറയുക ഒരു സ്പോക്കൺ സ്റ്റൈലിൽ അറിയാതെ അങ്ങ് വീണ് പോകും. പക്ഷെ തെറ്റരുത്, ഇനി നിങ്ങൾക്ക് തെറ്റരുത്. ഇനി ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ ആ 1 മാർക്ക് നേടിയെടുക്കണം. സോ നമ്മുടെ പോയിന്റ് കറക്റ്റ് ആണ്, യു ഹാഡ് ബെറ്റർ. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ഉത്തരം? നോക്കിയേ, സബ്ജക്റ്റ് ആരാണ്? യു അല്ലേ? നമ്മുടെ യൂസേജ് ആണ് ഹാഡ് ബെറ്റർ പ്ലസ് നോട്ട്. അങ്ങനെയാണെങ്കിൽ നോട്ട് ആഡ് ചെയ്ത ഫോം ഏതൊക്കെയാണ്? ഇതിൽ നോട്ടുണ്ട്, ഇതിലെല്ലാം ആരംഭിച്ച നോട്ടാണ്. നമുക്കതുകൊണ്ട് നോട്ട് എഴുതാം. പക്ഷെ പിന്നീട് ഒരു പ്രത്യേകതയുണ്ട്. ഏതാണ്? വെർബിന്റെ ഫസ്റ്റ് ഫോം വരുന്ന ഓപ്ഷൻ. അതേതാണ്? ഒരിക്കലും ടു ഗോ അല്ല, ഗോയിങ് അല്ല, ഗോണുമല്ല. പിന്നെ ആര് മാത്രമേ ഉള്ളൂ ഉത്തരമേ ഉള്ളത്? നോട്ട് ഗോയാണ്. ഹാവ് യു ഗോട്ട് ഇറ്റ്? ഓക്കെ. അതുകൊണ്ട് ഹാഡ് ബട്ടൺ നെഗറ്റീവ് ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാഡ് ബട്ടണിന് ശേഷം നോട്ട് പ്ലസ് V1. V1 മീൻസ് റൂട്ട് ഫോം. അപ്പൊ ശരിക്കും നമ്മുടെ ഉത്തരം ഏതായിരിക്കും? ദാ നോട്ട് ഗോ ആയിരിക്കും. പെർഫെക്റ്റ് ആയില്ലേ? ഒരു പക്ഷേ ഈ ക്ലാസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഒരു ഷീറ്റ് വൈറ്റ് പേപ്പറോ നിങ്ങൾക്ക് എന്താണോ കൂടെ എടുത്തിട്ട് ഒരു പേനയും കയ്യിൽ കരുതണം. അപ്പോൾ ഇതിനൊപ്പം ഒരു ലൈവ് ക്ലാസ്സിൻ്റെ അതേ കോച്ചിങ് ക്ലാസ്സിൽ ഇരിക്കുന്ന അതേ ഒരു ഫോക്കസിൽ ഇരുന്ന് കൊണ്ട് വേണം നിങ്ങൾ ക്ലാസ് ഒന്ന് കാണാൻ. പക്ഷെ എന്താ കാര്യം എന്നറിയൂ, പല ആസ്പിരൻസും ഈ ക്ലാസ് കണ്ടിട്ട് അങ്ങ് മറന്നു പോകും. ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടിട്ട് മറന്നു പോകാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നൊരു പോയിന്റ്, നിങ്ങളൊരു പേപ്പർ കൂടി കരുതിയാൽ ഞാൻ ഈ പറയുന്ന ഈ തരം ചോദ്യങ്ങൾ കൂടി എഴുതി വെക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഗുണകരമായി മാറും. അതുകൊണ്ട് ഇന്ന് ഏറെ പേരും സംശയമായി പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മെയിലിലൂടെയൊക്കെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. യൂസ്ഡ് ടുവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ എക്സാമിന് വരാറുണ്ട്. ആ ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും, അതിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ചർച്ച ചെയ്യുന്നു യൂസ്ഡ് ടു, അതിൻ്റെ മറ്റ് അനുബന്ധ ഫോമുകൾ. നമ്മൾ പഠിക്കാൻ പോകുന്ന, പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് യൂസ്ഡ് ടു. യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ അതിന് പ്രകടമായിട്ട് 2 ഫോമാറ്റുകളുണ്ട്. ഈ 2 ഫോമാറ്റും നമ്മൾ സംശയം എല്ലാം തീർത്തുകൊണ്ട് പഠിക്കണം. കാരണം ഒന്നാമത്തെ ഫോമാറ്റ് നോക്കിയേ, സബ്ജക്ട് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് വേർബിന്റെ ഫസ്റ്റ് ഫോം, അതായത് റൂട്ട് ഫോം. രണ്ടാമത്തെ ടൈപ്പ് നോക്കിയേ, സബ്ജക്ട് പ്ലസ് യൂസ്ഡിന് മുന്നിൽ ബി ഫോമായ ആമോ, ഈസ്, ആർ, വാസ്, വെയർ. അങ്ങനെയാണെങ്കിൽ ആ യൂസ്ഡ് ടുന് ശേഷം വേർബിന്റെ ING ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് പെട്ടെന്നൊരു ഷോർട്ട് കട്ടിൽ പഠിക്കാം? സിമ്പിൾ. യൂസ്ഡ് ടു മാത്രമേ ഉള്ളൂ എങ്കിൽ, എങ്ങനെ? സബ്ജക്റ്റ് കഴിഞ്ഞ് യൂസ്ഡ് ടു മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നീടുള്ള വെർബ് ഫസ്റ്റ് ഫോം. എന്നാൽ യൂസ്ഡ് ടുന് മുന്നിൽ നോക്കണം, ചോദ്യം നോക്കണം, ഈ പറയുന്ന ബി ഫോമായ ആമോ, ഈസോ, ആറോ, വാസോ, വേറോ ഉണ്ടെങ്കിൽ നോ ഡൗട്ട്, ഒരു സംശയം വേണ്ട, അതിലെ ഓപ്ഷനിൽ എവിടെയെങ്കിലും വേർബിന്റെ ING ഉണ്ടോ? ദാറ്റ്സ് എ പക്ക റൈറ്റ് ആൻസർ. ഇനി ഇതിൻ്റെ ഒരു മീനിങ് കൂടി പറയാം. സാധാരണഗതിയിൽ എന്തിനാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ടു എക്സ്പ്രസ് എ പാസ്റ്റ് ഹാബിറ്റ് ബട്ട് നോട്ട് നൗ. ഇപ്പോഴല്ല, കഴിഞ്ഞ കാലത്ത് നമുക്കുണ്ടായിരുന്ന പതിവായ ശീലം, പക്ഷെ ആ ശീലം നമുക്കിപ്പോൾ ഇല്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശീലങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പം നമുക്കറിയാം, ഒരു 10 or 20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് ശീലങ്ങളിൽ ഒന്നാണ് ബാലരമ വായിക്കുക. ഇന്നൊരു പക്ഷേ നമ്മൾ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? അത്തരം ബുക്കുകളൊക്കെ മാറി മറ്റൊന്നിലേക്ക് പോയി നമ്മൾ കൂടുതലും മൊബൈലിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു, ശരിയല്ലേ? അപ്പം അന്നുണ്ടായിരുന്ന നമ്മുടെ ശീലമായിരുന്നു സ്ഥിരമായിട്ട് ബാലരമ വായിക്കുക. ഇന്ന് നമ്മൾ വായിക്കുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഒരു 2 കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലായിരുന്നു. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കാറുള്ളൂ. ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ നേരെ മറിച്ച് നാട്ടിലെത്തി, കേരളത്തിലെത്തി.
എങ്കിൽ ഞാൻ കൂടുതലും വായിക്കുന്നതും ഇംഗ്ലീഷ് പേപ്പർ കിട്ടില്ല എന്നല്ല പറഞ്ഞത്, കൂടുതലും മലയാളം പത്രത്തിലേക്ക് മാറിയെങ്കിൽ ഞാൻ പറയും, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഞാൻ പതിവായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു. ഹാവ് യു ഗോട്ട് ഇറ്റ്? അപ്പൊ നമ്മുടെ ശീലങ്ങളാണ് എന്താണ്, കഴിഞ്ഞു പോയ കാലത്ത് നമുക്കുണ്ടായിരുന്ന ശീലങ്ങൾ. പക്ഷെ ആ ശീലങ്ങളൊന്നും നമുക്കിപ്പോൾ ഇല്ല, അല്ലേ? ഇപ്പൊ എൻ്റെ വീടിന് മുന്നിൽ ഒരു നദി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പാലം വന്നു. പക്ഷെ പാലം വരുന്നതിന് മുമ്പായിരിക്കും എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അക്കരെ പോകണമെങ്കിൽ കടത്ത് വേണം. പക്ഷെ ഇപ്പൊ പാലം വന്നപ്പോൾ ഞാൻ കടത്ത് ഉപയോഗിക്കുന്നതേ ഇല്ല. ഞാൻ പാലത്തിലൂടെ എൻ്റെ വാഹനം ഉപയോഗിച്ചാണ് പോകുന്നത്. അപ്പൊ എന്താ പോയിന്റ്? കഴിഞ്ഞു പോയ കാലത്ത് നമുക്കുണ്ടായിരുന്ന പതിവ് ശീലങ്ങളെ പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? യൂസ്ഡ് ടു. മറിച്ച് യൂസ്ഡ് ടു എന്ന ഫോമിന് മുമ്പിൽ ഈ പറയുന്ന ആമോ ഈസോ ഓറോ വാസോ വേറോ വന്നാൽ അതൊരിക്കലും ഒരു പാസ്റ്റ് ഹാബിറ്റ് അല്ല. അതിനെ ഗ്രാമറിൽ പറയും സുപരിചിതമായ ശീലങ്ങൾ. നമുക്ക് പരിചയമായ കാര്യങ്ങൾ, നമുക്ക് എന്തെല്ലാം പരിചയമുള്ള കാര്യങ്ങളുണ്ട്. സൈക്കിൾ സവാരി നടത്തുക, അല്ലേ? അല്ലെങ്കിൽ നടക്കാൻ പോവുക, വ്യായാമം ചെയ്യുക, അതൊക്കെ നമ്മുടെ സുപരിചിതമായ കാര്യങ്ങളാണ്. അത്തരം സുപരിചിതമായ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ഈ ഫോം ഉപയോഗിക്കാം. ഈ ഫോമിന്റെ മീനിങ് എന്താണ്? കഴിഞ്ഞു പോയ കാലത്ത് നമുക്കുണ്ടായിരുന്ന പതിവ് ശീലങ്ങൾ. അപ്പൊ ഇനി തെറ്റാൻ പാടില്ല, ആർക്കും തെറ്റാൻ പാടില്ല. ഈ 2 ഫോമാറ്റ് നമുക്കിപ്പോൾ ക്ലിയർ ആയി. നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ പേപ്പറിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ കുറിച്ച് വെച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. നമ്മുടെ ചോദ്യം, രാജു യൂസ്ഡ് ടു ഡാഷ് അക്രോസ് ദ റിവർ when he was in 10th standard. മീനിങ്, രാജു 10ാം ക്ലാസ്സിലായിരുന്നപ്പോൾ അവൻ നദിക്ക് കുറുകെ പതിവായി, അല്ലേ? എന്നൊരു മീനിങ് ആണ്. നമുക്ക് 4 ഓപ്ഷൻ ഉണ്ടല്ലോ. ഇതൊക്കെയാ: സ്വിമ്മിങ്, സ്വിംസ്, സ്വാം, സ്വിം. നമ്മൾ പറഞ്ഞ പ്രകാരം യൂസ്ഡ് ടു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും വേർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ പറയാൻ പാടുള്ളൂ. സ്വിമ്മിങ് ഫസ്റ്റ് ഫോം അല്ല. സ്വിംസ് ഫസ്റ്റ് ഫോമിന്റെ കൂടെ നമ്മൾ എസ് ചേർത്തിരിക്കുക, സിംഗുലറായി മാറി, അതും മാച്ചിങ് അല്ല. സ്വാം, സ്വിമ്മിന്റെ പാസ്റ്റ് ആണ് സ്വാം. സ്വിം ഈസ് എ റൂട്ട് ഫോം. ഇപ്പൊ പോയിന്റ് എങ്ങനെയാ? സബ്ജക്ട് എന്ന് പറയുന്നത് രാജു, യൂസേജ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു. കഴിഞ്ഞാൽ എന്തേ വരാൻ പാടുള്ളൂ? വെർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പൊ ഈ 4 ഓപ്ഷൻ ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, സ്വിം ആണ്. ഇതിന് രണ്ടാമത്തെ മറ്റൊരു വേർഷൻ ഉണ്ട്. അതിലേക്ക് നമുക്ക് ആ ചോദ്യം നമുക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. രാജു ഈസ് യൂസ്ഡ് ടു ഡാഷ് അക്രോസ് ദ റിവർ. അവിടെ ഒരു ടൈം ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഒരു പാസ്റ്റ് ആണെന്നോ പ്രസന്റ് ആണെന്നോ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. പക്ഷെ അത് പ്രസന്റ് ആണ്. എന്തെന്നാൽ രാജു ഈസ് യൂസ്ഡ് ടു, ഈസ് എന്ന് പറഞ്ഞാൽ ഒരു വെർബിന്റെ കറക്റ്റ് ഫോം പറഞ്ഞാൽ അതൊരു പ്രസന്റ് ഫോമാണ്. ശരിക്കും അതിന് ബി ഫോം എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. കാരണം കുറച്ച് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫോമാറ്റ് തന്നിരുന്നു, ഞാൻ എഴുതാൻ പറഞ്ഞിരുന്നു. ആ ഫോമാറ്റിൽ എങ്ങനെയാണ് ഫോമാറ്റ് കൊടുത്തിരുന്നത്? സബ്ജക്ട് പ്ലസ് ആമോ ഈസോ ആറോ കഴിഞ്ഞ് യൂസ്ഡ് വരികയാണെങ്കിൽ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ബി ഫോമായ ആമോ ഈസ് ആർ, അതുപോലെ വാസ്, അതുപോലെ വെയർ പ്ലസ് യൂസ്ഡ് ടു വരികയാണെങ്കിൽ അതിനുശേഷം വെർബിന്റെ ING ഫോം, നമ്മളതിനെ ജെറണ്ട് എന്ന് വിളിക്കാറുണ്ട്, വെർബിന്റെ ING ഫോം. നമുക്ക് നോക്കാം നമ്മുടെ ഈ ഫോമാറ്റ് കറക്റ്റ് ആണോ. ആരാ സബ്ജക്റ്റ്? രാജു, അല്ലേ? ഈ ബി ഫോം എന്ന കാറ്റഗറിയിൽ ആമോ ഈസോ ആറോ വാസോ വേറോ അതിൽ നമ്മൾ ആരെയും ഉപയോഗിച്ചിട്ടുണ്ട്? ഈസ് ഉപയോഗിച്ചു. കറക്റ്റ് അല്ലേ? ഇനി നോക്ക്, ഏതാണ് ഫോം, ഏതാണ് നമ്മുടെ യൂസ് വന്നിരിക്കുന്നത്? യൂസ്ഡ് ടു. അപ്പൊ എന്താ പോയിന്റ്? യൂസ്ഡ് ടുന് മുന്നിൽ ഓക്സിലറീസ് ആയ ആമോ ഈസ് ആറ് വാസ് വേർ വരികയാണെങ്കിൽ ഈ യൂസ്ഡ് ടുന് ശേഷം വെർബിന്റെ ING മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കുറച്ചു മുമ്പ് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്, ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പൊ നമുക്കൊരിക്കലും തെറ്റാൻ പാടില്ല. എന്താ പോയിന്റ്? യൂസ്ഡ് ടുന് മുന്നിൽ ഓക്സിലറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ആ ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് INGയിൽ അവസാനിച്ചിരിക്കുന്നത് അതായിരിക്കും ഉത്തരം. അപ്പൊ ഉത്തരം ഏതാണ്? സ്വിമ്മിങ് ആണ്. സിമ്പിൾ അല്ലേ?